ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 015/2023 എന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിലും ഞാൻ ആൻസർ എന്ത് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളത് ഒരു കുറ്റമായി പറയരുത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ വായിച്ചെഴുതാനുള്ള ഒരു മനസ്സ് അതുണ്ടാകണം. അതുകൊണ്ടാണ്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ കൊടുത്തേക്കുന്നത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, അത് തെറ്റാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഈ കൊടുത്തിരിക്കുന്നതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം, ഖുദായി ഖിദ്മത്ഗർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേട്ടോ. ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖുദായി ഖിദ്മത്ഗാസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മൂന്നാമത്തെ ചോദ്യം, 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 കേട്ടോ. ഓപ്ഷൻ എ 7ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്, പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ. ഓപ്ഷൻ എ ബി ആണ് മുഹമ്മദ് അലി ജിന്ന. അഞ്ചാമത്തത്, നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? നമുക്കറിയാം. ഓപ്ഷൻ എ ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജി, നയി താലിം. ആറാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ ചേരാത്തത് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഭിലായി ജപ്പാൻ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഭിലായി ജപ്പാൻ എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെയാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ഭിലായി ജപ്പാൻ അല്ല, അത് തെറ്റാണ്. റൂർക്കല ജർമ്മനിയാണ്, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ആറാമത്തത് സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി 3. ഭിലായി ആരംഭിക്കുന്നത് റഷ്യയുടെ സഹായത്തോടെയാണ് കേട്ടോ. ഭിലായി റഷ്യ. ഏഴാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. എട്ടാമത്തെ ചോദ്യം, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? VP മേനോൻ കേട്ടോ. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് VP മേനോനാണ്. ഒൻപതാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഇതിൽ പോണ്ടിച്ചേരി, യാനം, കാരക്കൽ കേട്ടോ. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. 2, 3, 4 ഇത്രയുമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഒൻപതാമതിന് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഇത് കറക്റ്റ് പറഞ്ഞാൽ ഗുൽസാരിലാൽ നന്ദയാണ്. പക്ഷേ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നു കേട്ടോ. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നു. 11ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം, ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം ആരുടെയാണ്? സി കേശവൻ. ഓപ്ഷൻ ബി സി കേശവൻ. 13ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. ഇതിൽ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. AG വേലായുധൻ എവിടെയാണ്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഓപ്ഷൻ സി ടി പ്രകാശം. 15ാമത്തെ ചോദ്യം,
ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വാക്ഫടാനന്ദൻ. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വാക്ഫടാനന്ദനാണ് കേട്ടോ, വാക്ഫടാനന്ദനാണ്. 16ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? എവിടെയാണ്? അയർലൻഡ്. ഓപ്ഷൻ സി അയർലൻഡ്. 17ാമത്തെ ചോദ്യം, ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32 കേട്ടോ, ആർട്ടിക്കിൾ 32. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഓപ്ഷൻ എ 42ാം ഭേദഗതിയാണ്. 19ാമത് ചോദ്യം, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഭാഗം 3 കേട്ടോ, ഓപ്ഷൻ ബി ഭാഗം 3. 20ാമത് ചോദ്യം, നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. 21ാമത് ചോദ്യം, അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്യൊസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏത്? ഉത്തര കൊറിയ കേട്ടോ, ഉത്തര കൊറിയ. ഹ്യൊസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. 22ാമത് ചോദ്യം, നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? ഭരതമുനി കേട്ടോ, ഭരതമുനി. ഓപ്ഷൻ ബി ഭരതമുനി. 23ാമത് ചോദ്യം, 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ്? അത് കൊണ്ടുവന്നത്? താന്തിയ തോപ്പി കേട്ടോ, താന്തിയ തോപ്പി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം, തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ കേട്ടോ, ബാഡ്മിന്റൺ. ഓപ്ഷൻ എ ബാഡ്മിന്റൺ. ഇനി 25ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ജി ശങ്കരക്കുറുപ്പ്. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ സത്ലജ്. ഓപ്ഷൻ എ സത്ലജ്. 27, ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഏതാണ്? ചണ്ഡീഗഡ് കേട്ടോ, ചണ്ഡീഗഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത് ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത്? ഇറ്റാനഗർ കേട്ടോ, ഇറ്റാനഗർ. ഓപ്ഷൻ ഡി ഇറ്റാനഗർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗറാണ്. 29ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഗംഗ, ബ്രഹ്മപുത്ര. ഓപ്ഷൻ ബി ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം, ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, കാർഗിൽ കേട്ടോ, സോജില ശ്രീനഗർ കാർഗിലാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? എവിടെയാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ, മലപ്പുറം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 32ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര? നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. 33ാമത്തെ ചോദ്യം, 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? PR ശ്രീജേഷ് ആണ് കേട്ടോ, PR ശ്രീജേഷ്. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? NH 66 ആണ് കേട്ടോ, NH 66. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? കോഴിക്കോട് കേട്ടോ, ഓപ്ഷൻ ബി ആണ് കോഴിക്കോട്. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? പാമ്പാടും ചോല. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പാമ്പാടും ചോല. 37ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? ഇടുക്കിയാണ് കേട്ടോ, ഇടുക്കി. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? അതിരപ്പള്ളി. ഏതാണ്? അതിരപ്പള്ളി.
41ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി കേട്ടോ. ഓപ്ഷൻ എ മിഠായി. 42ാമത്തെ ചോദ്യം. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? എംഫിസിമ കേട്ടോ. ഏതാണ്? എംഫിസിമ. ഓപ്ഷൻ സി ആണ് ആൻസർ. 43ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ഏതാ? ലെപ്റ്റോസ്പൈറ കേട്ടോ. ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 44ാമത്തെ ചോദ്യം. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങൾ കേട്ടോ. ബീറ്റ കോശങ്ങൾ. 45ാമത്തെ ചോദ്യം. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏത്? APTT കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 46ാമത്തെ ചോദ്യം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. KARSAP കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. 47ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം. 48ാമത്തെ ചോദ്യം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം. ഏതാണ്? ഓപ്ഷൻ ബി അരിവാൾ രോഗം. 49ാമത്തെ ചോദ്യം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഏതാ? നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. 50ാമത്തെ ചോദ്യം. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഏതാ? എയ്ഡ്സ്. ഏതാണ്? എയ്ഡ്സ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ.